ബ്രിട്ടീഷുകാരെ ചവിട്ടി അരച്ച് ഒന്നുമില്ലാണ്ടാക്കിയ ഒരു പ്രദേശത്തെ എല്ലാം കൊണ്ട് ഉയരത്തിലേക്ക് കൊണ്ടുവരാൻ അന്ന് CHൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു സംവിധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ എതിർത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ CPMകാരാണ്. ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ അവരെടുത്ത് പറയുന്ന ഒരു പേരുണ്ടാവും. ആരെയാണ്? അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന EMSൻ്റെ കാര്യം പറഞ്ഞിട്ട് നമ്മളെ വായടപ്പിക്കാൻ നോക്കും. ആ സമയത്ത് നമ്മൾ എന്തായിരിക്കണം? അപ്ഡേഷനുള്ള ആൾക്കാരായിരിക്കണം. നമ്മൾ അപ്ഡേഷനുള്ള ആൾക്കാർ എങ്ങനെയാണ് ആവേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും അറിയണം. EMS നമ്പൂതിരിപ്പാട് വാക്കിന് വിലയുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു, ഒരു സഖാവായിരുന്നു. അദ്ദേഹം അന്ന് മുസ്ലിം ലീഗിന് കൊടുത്ത ഒരു വാക്കാണ് എന്ത്? ഇത്തരത്തിൽ എടവണ്ണപ്പാറ ഈ പ്രദേശങ്ങളെല്ലാം കൂട്ടിയൊരുമിപ്പിച്ച് ഒരു സംസ്ഥാനത്തിൽ ഒരു ജില്ല രൂപീകൃതമാവുന്ന സമയത്ത് കൂടെ നിൽക്കും എന്നുള്ളൊരു വാക്ക് തന്നു. അതിൻ്റെ പുറത്താണ് നമുക്കറിയാം ആ സമയത്ത് പിന്നെ ആ ഒരു മന്ത്രിസഭയിൽ നമ്മുടെ EMSൻ്റെയും CHൻ്റെ ഒക്കെയുള്ള മന്ത്രിസഭയിൽ ഈ ഒരു പ്രപ്പോസൽ വന്ന സമയത്ത് EMS നമ്മളെ കൂടെ നിന്നു. പക്ഷേ കൂടെ നിന്ന EMSനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചതും അതിനെതിരെ EMSനെതിരെ പ്രവർത്തിച്ച ആൾക്കാരെന്ന് പറയുന്നത് അവരുടെ പാർട്ടിയിൽ മുന്നണിയിലുള്ള ആൾക്കാർ തന്നെയായിരുന്നു. ഇത് ഞാനോ നിങ്ങളോ ഉണ്ടാക്കിയ കഥയല്ല. അന്നത്തെ മന്ത്രിസഭയിലുണ്ടായിരുന്ന റവന്യൂ മിനിസ്റ്ററായിട്ടുള്ള ഗൗരിയമ്മ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ കൃത്യമായിട്ട് എന്തുണ്ട്? മലപ്പുറവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ കൃത്യമായിട്ട് കോട്ട് ചെയ്ത് പറഞ്ഞ കാര്യമാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് നമ്മുടെ മുമ്പിൽ വോട്ട് വാങ്ങാനും നമ്മുടെ മുമ്പിൽ നമ്മുടെ ആളാവാനും വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ചമഞ്ഞ് വരുമ്പോൾ നമ്മൾ അവരുടെ മുഖം നമ്മൾ തിരിച്ചറിയണം. അവരുടെ മുഖത്തിന് ബാക്കിലുള്ള ഒരു മുഖമുണ്ട്, രണ്ട് മുഖമുണ്ട്. ആ രണ്ട് മുഖവും തിരിച്ചറിഞ്ഞ് വേണം നമ്മൾ പ്രവർത്തിക്കാൻ. നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ സോഫ്റ്റ് കോർണറുള്ള ആൾക്കാരാണ്. ഇല്ല എന്ന് പറയാൻ പറ്റുമോ? നമ്മളാണ് ഒരു കുടുംബത്തെ നല്ല രീതിയിൽ നയിക്കുന്ന ആൾക്കാർ. ഒരേ സമയം ഒരുപാട് ജോലികളും ഒരുപാട് കർത്തവ്യങ്ങളും ഒരുമിച്ച് സമന്വയിപ്പിച്ച് കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. നമുക്ക് ഒരേ സമയം ഉമ്മയും നമ്മൾ ഒരേ സമയം ഭാര്യയും ഒരേ സമയം ഒരു കുടുംബത്തെ, രണ്ട് കുടുംബങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് പോകുന്ന ഒരു കൂട്ടരാണ്. അപ്പം നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു സ്നേഹത്തെയും സ്വാന്തനത്തെയും അതേപോലെ തന്നെ ദയ എന്നുള്ള ഇതിനെ പല രീതിയിലുള്ള ആൾക്കാർ വന്ന് ചൂഷണം ചെയ്യും. അതിലേറ്റവും വലിയ ചൂഷണം നടക്കുന്നത് എപ്പോഴാണെന്നറിയോ? വരാൻ പോകുന്ന ഇലക്ഷൻ ഉണ്ട്. ഇനി വരാൻ പോകുന്ന ഇലക്ഷൻ ഏതാ ഒന്ന് പറയോ? ഇനി ഏത് ഇലക്ഷനാണ് വരാൻ പോകുന്നത്? പഞ്ചായത്ത് ഇലക്ഷൻ അല്ലേ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ അപ്ഡേഷനും അലേർട്ടുള്ള ആൾക്കാരാവണം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന തലത്തിൽ നമ്മുടെ ക്യാമ്പയിൻ കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ അംഗത്വമുള്ളത് ആർക്കാണ്? വനിതാ ലീഗിനാണ്. വനിതകളാണ് ഏറ്റവും കൂടുതൽ അംഗത്വം നേടി വന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോ വനിതകളും. നമ്മളൊക്കെ നമ്മുടെ ലീഗിനെ അറിഞ്ഞു വന്ന ആൾക്കാരാണ്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, നമ്മൾ ലീഗിനെ പറ്റിയിട്ട് ഒരാളോട് ചോദിക്കുമ്പോൾ, പ്രത്യേകിച്ചും സ്ത്രീകളോട് ചോദിക്കുമ്പോൾ അവരുടെ ഉത്തരം എന്താണെന്നറിയോ? അവരുടെ ഉത്തരം ആദ്യം തന്നെ പറയാമെന്നറിയോ? എൻ്റെ ഭർത്താവ് ലീഗാണ്, അതുകൊണ്ട് ഞാൻ ലീഗാണ്, അല്ലെങ്കിൽ എൻ്റെ ആങ്ങളെ ലീഗാണ്, അല്ലെങ്കിൽ എൻ്റെ മോൻ MSFലുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ആങ്ങളെ യൂത്ത് ലീഗിലുണ്ട്, അതുകൊണ്ട് നമ്മൾ കുടുംബത്തോടെ ലീഗാണ്, എൻ്റെ ഉപ്പ ലീഗായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ ഓരോരുത്തർക്കും പറയാൻ സാധിക്കുന്നില്ല നമ്മൾ ലീഗുകാരിയാണെന്ന്? അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ഡേഷൻ ഇല്ലാതായി പോകുന്നതുകൊണ്ടാണ്. അപ്ഡേഷൻ എങ്ങനെ ഉണ്ടാക്കുക? കാരണം ഒരാൾ നമ്മളോട് മുഖത്ത് നോക്കിയിട്ട് ലീഗിനെ പറ്റി ചോദിച്ചാൽ നമുക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. കാരണം ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്ന ഒരു ചോദ്യമുണ്ട്, ലീഗ് എന്തുണ്ടാക്കി, ലീഗ് എന്താ നമുക്ക് ഉണ്ടാക്കി തന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മളെല്ലാം വായടച്ചിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ? നമ്മളെ ലീഗിനെ പറ്റി പഠിക്കാത്തതുകൊണ്ടാണ്. ലീഗിനെ പറ്റിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1, 2, 3 ദിവസം എടുത്താലും ലീഗ് ഈ സമുദായത്തിനും ഈ സമൂഹത്തിനും ചെയ്ത കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് തീരൂല. അത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് പൈസ ഉള്ളത് കൊണ്ടോ ഒരാൾക്ക് പദവി ഉള്ളത് കൊണ്ടോ മാത്രം ഒരു സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റൂല. അതിൽ ഏറ്റവും വലിയൊരു കാര്യം ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്ന വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസം ഈ സമൂഹത്തിന് നൽകാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച ഒരു വ്യക്തി CH മുഹമ്മദ് കോയ സാഹിബ് തന്നെയാണ്. അത് പറയുമ്പോൾ നമുക്കൊരു ലജ്ജയും വേണ്ട, ഒരു കാര്യം വേണ്ട, അഭിമാനത്തോടു കൂടിയിട്ട് നമ്മൾ പറയണം. കാരണം ഇന്ന് കേരളത്തിൽ എത്ര സർവകലാശാലകളുണ്ട്? ഇവിടെ ഞാൻ വന്നപാട് നമ്മുടെ സ്വാഗത ഭാഷണത്തിലൂടെയും അതിനു മുന്നേ ആദ്യം സംസാരിച്ച സംസ്ഥാന വനിതാ ലീഗിൻ്റെ മെമ്പർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇവിടെ നമുക്ക് യൂണിവേഴ്സിറ്റികൾ കിട്ടാൻ വേണ്ടിയിട്ട്, നമുക്ക് സ്കൂളുകൾ നേടിത്തരാൻ വേണ്ടിയിട്ട് CH നടത്തിയ യാത്രകളെ പറ്റി ഇവിടെ പറഞ്ഞു. ചെറിയ രീതിയിലാണെങ്കിൽ വിവരിച്ചു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് കേരളത്തിലുടനീളം ഒരുപാട് സർവകലാശാലകളുണ്ട്. അതിൽ 2 സർവകലാശാലകൾ ഒഴിച്ച
ബാക്കിയുള്ള മുഴുവൻ സർവകലാശാലകളും ലീഗിൻ്റെ സംഭാവനയാണെന്ന് എടുത്ത് പറയാൻ നമുക്ക് സാധിക്കണം. അതറിയണമെങ്കിൽ നമ്മളത് പഠിക്കണം. നമ്മൾ പഠിക്കണമെങ്കിൽ CHൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് 2 സർവകലാശാലകൾ തന്നു. ഒന്ന് നമ്മുടെ തൊട്ടടുത്തുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, രണ്ടാമത്തത് കൊച്ചിയിലുള്ള കുസാറ്റ്. അതേപോലെ തന്നെ ET മുഹമ്മദ് ബഷീർ സാഹിബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്തും നമുക്ക് 2 യൂണിവേഴ്സിറ്റികൾ സംഭാവന നൽകിയിട്ടുണ്ട്. നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ആയാലും സംസ്കൃത യൂണിവേഴ്സിറ്റി ആയാലും അബ്ദുൾ റബ്ബിൻ്റെ കാലഘട്ടത്തിലും ഇതേപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് മലയാളം യൂണിവേഴ്സിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സർവകലാശാലകളും സ്കൂളുകളും ഏതെടുത്ത് നോക്കിയാലും അവിടെയൊക്കെ ലീഗിൻ്റെ കയ്യൊപ്പുകളാണ്. അത് പിന്നീട് വന്നിട്ട് ആരെങ്കിലും പിതൃത്വം ഏറ്റെടുക്കുന്നതല്ല. അത് നമ്മൾ പറഞ്ഞിട്ട് പുതുതലമുറക്ക് പറഞ്ഞു കൊടുക്കണം, അറിയിച്ചു കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ ഉത്തരവാദിത്തം കംപ്ലീറ്റ് ആവുക. നമ്മൾ കുറച്ചാൾ യൂണിവേഴ്സിറ്റി CH കൊണ്ടുവന്നത്, അത് ശരിയാണ്, അവിടെ നിർത്തലല്ല വേണ്ടത്. അതിനപ്പുറത്തേക്ക് ആ യൂണിവേഴ്സിറ്റി കൊണ്ടാണ് ഈ സമുദായത്തിലുള്ള എല്ലാ കുട്ടികളും പഠിച്ചിറങ്ങുന്നത് എന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം. ഇവിടെ സ്കോളർഷിപ്പിൻ്റെ കാര്യം പറഞ്ഞു. നമുക്കറിയോ 10ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം സൗജന്യമായിട്ട് ആരാ ഉണ്ടാക്കിയെന്ന്? 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കിയതും ഇതേ CH മുഹമ്മദ് കോയ സാഹിബാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു വീക്ഷണമാണ് പിന്നീട് സെൻട്രൽ മിനിസ്ട്രിയിൽ പോയിട്ട് സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്തത്, 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുത്തത്. നമ്മൾ ഈ പറയുന്ന സമയത്ത് ഓരോന്നും എണ്ണിപ്പറയണം. നമ്മളിന്ന് ന്യൂനപക്ഷമേ എന്ന് പറയുമ്പോൾ ആ ന്യൂനപക്ഷത്തിൻ്റെ ടൈറ്റിലായ OBCയിലേക്ക് നമ്മളെ ആരാണ് കൊണ്ടുവന്നത്, അത് നമ്മൾ ഓർക്കണം. അതും CHൻ്റെ ഇടപെടലാണ്. അപ്പം ഇത്തരത്തിൽ നമ്മളൊരു ചെറുത്ത് മുതൽ വലുത് വരെ ഒരാളുടെ വിദ്യാഭ്യാസവും ഒരാളുടെ ജീവിതശൈലിയും നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ കയ്യൊപ്പുകൾ ചാർത്തിയിട്ടുള്ളത് ആരാണ്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുടെ പ്രയത്നത്തിൻ്റെ ഫലമാണ്. അപ്പോൾ ഇത്രയും ഈ സമുദായത്തിന് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചു ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. നമുക്കെല്ലാവർക്കും ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ഉമ്മാമ്മമാർക്കൊക്കെ അറിയാം, പണ്ട് നമ്മുടെയൊക്കെ മാപ്പിളമാരൊക്കെ ഗൾഫിലായിരിക്കുന്ന സമയത്ത് ഒരു കത്തും കൊണ്ട് വീട്ടിലേക്ക് വരുന്ന ഒരു ആളുണ്ട് അല്ലേ? കത്തും കൊണ്ട് പോസ്റ്റ്മാൻ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വായിക്കാനറിയോ? നമുക്ക് വായിക്കാനറിയില്ല, നമുക്ക് കേൾക്കാൻ മാത്രമേ അറിയൂ. നമുക്ക് വായിക്കാനറിയില്ല, കണ്ടാൽ എന്താണെന്നറിയില്ല, മലയാള അക്ഷരങ്ങൾ അറിയില്ല. ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പ്രിയതമൻ നമുക്ക് എഴുതിയ കത്ത് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഏതോ ഒരുത്തം വായിച്ച് കേൾപ്പിക്കാന്ന്. അതായത് സ്നേഹത്തോടെ പ്രേമത്തോടെ നർമ്മല്യം ചാർത്തിയ ആ ഒരു കത്ത് നമ്മൾക്ക് വായിച്ചു തരുന്നത് ഏതോ ഒരു അന്യപുരുഷനായിരിക്കും. പക്ഷേ നമുക്ക് നിർവാഹമില്ല. എന്താ കാര്യം? നമ്മളെ അതുവഴി പറ്റിച്ച ആൾക്കാരുണ്ട് അല്ലേ? പറ്റിച്ചിട്ടില്ലേ? മണി ഓർഡർ വരുമ്പോൾ കൂടെയുള്ള കത്തിൻ്റെ കൂടെ എന്തുണ്ടാവും? എഴുതിയതുണ്ടാവും. പക്ഷെ അതിൻ്റെ കൂടെ എന്തും കൂടി എഴുതിയിട്ടുണ്ടാവും? വെറുതെ ഒരു വാക്ക് നമ്മുടെ പോസ്റ്റ്മാൻ തന്നെ കൂട്ടി വയ്ക്കും. ഈ കത്തെല്ലാം വായിച്ചു തന്ന പോസ്റ്റ്മാൻ ഒരു 5 റുപ്യ അല്ലെങ്കിൽ 5 അണ കൊടുക്കണേന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ആ വരി എവിടെ ഉണ്ടാവില്ല, ആ ഒരു കത്തിലുണ്ടാവില്ല. അങ്ങനെ നമ്മളെ വിദ്യാഭ്യാസമില്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് കബളിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതൊക്കെ മനസ്സിലാക്കി CH എന്ന് പറയുന്ന മഹാനായ നേതാവ് നമുക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പെണ്ണുങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞ സ്കോളർഷിപ്പിൻ്റെ കാര്യം പറഞ്ഞത്. നമ്മൾ സ്കോളർഷിപ്പിൻ്റെ കാര്യം വരുമ്പോൾ ചില ആൾക്കാർക്കൊക്കെ നാണക്കേടാട്ടോ. എല്ലാവരും പറയും സ്കോളർഷിപ്പ് വാങ്ങാനാ. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഒരു സ്റ്റാറ്റസിലേക്ക് എത്തും മുന്നേ ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. നമ്മളെല്ലാവരും വളരെയധികം കഷ്ടപ്പെട്ട ഇതിലേറ്റവും വലിയൊരു ഉദാഹരണമാണ് മലപ്പുറം ജില്ല രൂപീകരിക്കുന്നത് മുന്നേ ഉള്ള ആ ഒരു അവസ്ഥ. ഞാൻ പറഞ്ഞില്ലേ, ബ്രിട്ടീഷുകാരൊക്കെ വന്ന് ചവിട്ടി മെതച്ച് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും താടുമാറാക്കിയ ഒരു കാലഘട്ടത്തിൽ ഈ ജനതയെ എല്ലാം ഒരുമിപ്പിച്ചുകൊണ്ട് മലപ്പുറത്തിന് എന്ത് ചെയ്തു, രൂപകൽപ്പന ചെയ്ത് മലപ്പുറം വന്നു. ഈ മലപ്പുറം വന്നപ്പോൾ ഇന്ന് കുറേ ആൾക്കാർ ഫാസിസ്റ്റ് മനോഭാവമുള്ള ആൾക്കാരും അതുപോലെ തന്നെ ജാതി ഏറ്റമുള്ള ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ പറഞ്ഞു നടക്കുന്ന മലപ്പുറത്ത് ആർക്ക് രക്ഷയില്ല? മുസ്ലിമീങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഒരു താലിബാൻ പോലെയാണ്, ഒരു പാകിസ്ഥാൻ പോലെയാണെന്നൊക്കെ പറഞ്ഞു വരുത്തുന്നവർ ഇവിടെ വന്ന് നോക്കണം ഇവിടുത്തെ ആൾക്കാരുടെ സ്നേഹം. നിങ്ങൾ അടുത്തുള്ള വീട്ടിലുള്ള രാധാമണിയെയും ലീലാമണിയെല്ലാം ചേർത്തല്ലേ പിടിക്കുന്നത്, അല്ലാതെ നിങ്ങളവരെ മാറ്റി നിർത്തുന്നുണ്ടോ? അപ്പം മലപ്പുറത്തെ പറ്റി അറിയാത്ത, മലപ്പുറത്തിൻ്റെ വളർച്ച കണ്ട് കണ്ണു മഞ്ഞളിച്ച കുറേ ആൾക്കാരുണ്ട്. ഇതിലേറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ വിദ്യാഭ്യാസമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ SSLC ആയിക്കോട്ടെ, +2 ആയിക്കോട്ടെ, ഏത് റിസൾട്ട് വന്നാലും അതിൻ്റെ തലപ്പത്ത് ആരുണ്ടാവും? ഒരു മലപ്പുറംകാരി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മലപ്പുറംകാരനുണ്ടാവും. അത് CHൻ്റെ വിജയമാണ്. കാരണം ദീർഘവീക്ഷണാണ്. ഇപ്പം നേരത്തെ ജുമാനാനെ പറഞ്ഞു, പറത്താൻ അറിയുന്നുണ്ടെങ്കിൽ പറത്താൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാൻ ആർക്കറിയാം? നമ്മുടെ ആൾക്കാർക്കറിയാം. നമ്മൾ അതിനു വേണ്ടിയിട്ട് അവരെ മാറ്റി നിർത്തലുണ്ടോ? ഇല്ല. അപ്പം ഇങ്ങനെയൊക്കെ നമ്മുടെ സമുദായത്തെയും സമൂഹത്തെയും ഒരുമിപ്പിക്കുമ്പോൾ നമുക്കൊരു കോൺട്രിബ്യൂഷൻ നമ്മൾ തിരിച്ചു കൊടുക്കണ്ടേ?
നമുക്ക് ഇത്രയും ചെയ്ത പാർട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും തിരിച്ച് ചെയ്യണ്ടേ? ചെയ്യണോ വേണ്ടയോ? നിങ്ങളൊന്ന് ഒച്ചത്തിൽ പറഞ്ഞ് ചെയ്യണോ വേണ്ടയോ? ചെയ്യണം. എങ്ങനെയാ ചെയ്യാൻ പറ്റുക? കയ്യിലെ വള ഊരി കൊടുക്കണോ? വേണ്ട. അല്ലെങ്കിൽ നമ്മൾ മുദ്രാവാക്യം വിളിക്കാൻ പുറത്തിറങ്ങണോ? വേണ്ട. നമ്മൾ പഠിച്ച അറിവുകൾ നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുത്താൽ തന്നെ അതായി. എങ്ങനെയാ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക? ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ കോളേജ് രാഷ്ട്രീയത്തിലേക്കൊക്കെ കടന്നു ചെല്ലുമ്പോൾ MSF ഉണ്ടാവും, ABVP ഉണ്ടാവും, SFI ഉണ്ടാവും, എല്ലാവരുടെ കൊടി ഉണ്ടാവും. കുട്ടികൾക്ക് ഒരു പേടിയും കൂടാതെ, ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ MSFൻ്റെ കൊടീൻ്റെ താഴെ പോയിട്ട് അണിനിരക്കണമെങ്കിൽ നമ്മൾ സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുന്നത് പോലെ വീട്ടിൽ നിന്ന് പഠിപ്പിക്കണം. ഈ പാർട്ടി ഈ സമൂഹത്തിന് എന്ത് ചെയ്തു എന്നുള്ളത് അത് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി വേണം നമ്മുടെ മക്കളെ പുറത്തേക്ക് അയക്കാൻ. ഇന്ന് എത്ര കുട്ടികൾക്കറിയാം? ഇപ്പോൾ എമ്പുരാൻ എന്ന് പറഞ്ഞൊരു ഫിലിം ഇറങ്ങി. അപ്പം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഗുജറാത്ത് കലാപത്തെ വളരെ നല്ല രീതിയിൽ അതിനകത്ത് കാണിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചോട്ടെ, എത്ര സ്ത്രീകൾ, എത്ര ഉമ്മമാർക്കറിയാം 2000 കാലഘട്ടത്തിൽ നടന്ന ഈ ഗുജറാത്തിലെ കലാപത്തെ പറ്റി? നമ്മളിൽ എത്ര പേർക്ക് കൃത്യമായിട്ട് അറിയാം? ബിൽക്കീസ് ബാനുവിനെ പോലെയുള്ള കഥാപാത്രങ്ങളെ നമ്മളിൽ എത്ര ആൾക്കറിയാം? നമ്മളെപ്പോലെ ഒരു സ്ത്രീയായിരുന്നു, എത്രയോ അനുഭവിച്ചു. ആ സ്ത്രീയെ പറ്റി നമുക്ക് ആർക്കെങ്കിലും അറിയോ? എത്ര ആൾക്കാർക്ക് അതിൻ്റെ അപ്ഡേഷൻ ഉണ്ട്? ഉണ്ടാവില്ല. നമ്മൾ സിനിമ കണ്ടപ്പോൾ ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും, ഓ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടോ എന്നുള്ളത്. എന്നാൽ നമ്മൾ ചുറ്റുപാടുള്ളതെല്ലാം കാണുന്ന ആൾക്കാരാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മൊബൈൽ ഫോണിൻ്റെ കാര്യം പറഞ്ഞില്ലേ, നമ്മൾ ഏറ്റവും കൂടുതൽ വ്ളോഗർമാരുടെ വീഡിയോ കാണുന്ന ആൾക്കാരാണ്, യൂട്യൂബ് കാണുന്നവരാണ്, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അംഗങ്ങളാണ്. ആരോ എവിടെയോ മരിച്ചാൽ സ്റ്റാറ്റസ് ഇട്ടിട്ട് സങ്കടം അറിയിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ഇല്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ചെയ്യുന്ന നമ്മൾക്ക് എന്തുകൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ഇത്തരം ക്രൂരതകൾ അറിയാണ്ടായിപ്പോയി? ഒരു തലപ്പത്തിരുന്ന, അതായത് ഇന്ന് നമ്മളെ ഭരിക്കുന്ന, നമ്മുടെ തലയിലിരുന്നു കൊണ്ട് ന്യൂനപക്ഷങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പാർട്ടിയുണ്ട്. ആ പാർട്ടിയുടെ വക്താക്കൾ തന്നെയാണ് ഗുജറാത്ത് കലാപത്തിൻ്റെ സമയത്ത് ഇത് മുൻനിരയിൽ നിന്നുകൊണ്ട് മുസ്ലിമാണോ എന്ന് ചോദിച്ചുകൊണ്ട് എന്ത് ചെയ്തത്? ഓരോരുത്തരെയും വെട്ടിമാറ്റിയത്. അപ്പം അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ അണിനിരന്ന് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് മാറി നിന്നിട്ട് കാര്യമില്ല. പണ്ട് കൊറോണ വന്ന സമയത്ത് ഒരു ചൊല്ലുണ്ടായിരുന്നു, അങ്ങ് ജർമ്മനിയിലാന്ന് ഇങ്ങെത്തൂലാന്ന്. അവസാനം എന്ത് ചെയ്തു? അത് ഫ്ലൈറ്റ് പിടിച്ചിങ്ങ് വന്നു. ലാസ്റ്റ് എന്ത് ചെയ്തു? എറണാകുളത്തല്ലേ, എവിടെ എത്തൂല, ഇപ്പുറത്തേക്ക് എത്തൂല എന്ന് പറഞ്ഞു. അവസാനം ഇത് ഇവിടെ എത്തി, കണ്ണൂരെത്തിയിട്ട് നമുക്ക് വിശ്വാസമില്ല. എനിക്കടക്കം എന്താ പറയുന്നത്, കണ്ണൂരല്ലേ എത്തിയിട്ടുള്ളൂ, ഇത് മാട്ടൂലേക്കൊന്നും വരില്ല. അവസാനം മാട്ടൂരിൽ വന്നു, റോഡിൽ കയറി പറഞ്ഞാൽ റോഡിലല്ലേ, വീട്ടിൽ വരില്ല. അവസാനം എല്ലാം വന്ന് വീട്ടിൻ്റെ ഉള്ളിൽ വരെ എന്തായി? കൊറോണയായി. അപ്പം നമുക്കൊരു പ്രശ്നമുണ്ട്, പ്രത്യേകിച്ച് മലയാളികളായ നമ്മളൊരു പ്രശ്നം, വന്ന് കണ്ടാലേ നമ്മൾ പഠിക്കൂ. നമ്മളല്ലെങ്കിൽ എന്താണെന്നറിയോ, ദൂരത്ത് നിന്ന് നോക്കി അതിനെ അങ്ങ് വിട്ടുകളയുന്ന ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത്, നമുക്കൊരു വലിയ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും വലുത് നമ്മുടെ മക്കളെ നല്ല രീതിയിൽ വളർത്തി വലുതാക്കുക എന്നുള്ളത് അതൊരു ഉത്തരവാദിത്തം തന്നെയാണ്. ആ ഉത്തരവാദിത്തത്തിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, മാറി നിൽക്കാൻ പറ്റൂല. കാരണം നമ്മുടെ മക്കൾക്ക് എന്ത് വന്നാലും നമ്മളോട് ചോദ്യം ചെയ്യാൻ ഒരാളുണ്ട്. ആരാണ്? നമ്മുടെ പാർട്ട്ണറായിട്ടുള്ള നമ്മുടെ ഹസ്ബൻഡ്. നമ്മൾ നല്ലത് ചെയ്താലും മോശം ചെയ്താലും അതിൻ്റെ എല്ലാം ക്രെഡിറ്റ് ആർക്കാണ്? നമുക്കാണ്. കാരണം എന്താ? നമ്മളിൽ അർപ്പിതമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം നമ്മുടെ മക്കൾക്ക് നല്ല രീതിയിൽ ദീനും ദുനിയാവും വേണ്ട രീതിയിൽ എന്ത് ചെയ്യണം? പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളിൽ എത്ര ആൾക്കാർ മക്കളെ ചേർത്ത് പിടിച്ച് ലീഗിൻ്റെ കഥകൾ പറയലുണ്ട്? നമ്മൾ അല്ലെങ്കിൽ പോട്ടെ, ലീഗിൻ്റെ കഥ വേണ്ട, സാധാരണ ഒരു കഥ പറഞ്ഞ് ഉറക്കുന്ന എത്ര ഉമ്മമാരുണ്ട്? ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഡേഞ്ചർ സോണിലാണ്. കാരണം നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്തുന്നതിനോടൊപ്പം നമ്മളും എന്ത് ചെയ്യാണ്? നമ്മളിപ്പുറത്തൂടെ ഇങ്ങനെ വളരുകയാണ്. എങ്ങനെയാണ് വളരുന്നത്? നമുക്ക് സോഷ്യൽ മീഡിയയെ മാറ്റി നിർത്താൻ പറ്റില്ല, മൊബൈൽ ഫോണിനെ മാറ്റി നിർത്താൻ പറ്റില്ല. കാരണം കാലത്തിനൊപ്പം നമ്മൾ സഞ്ചരിക്കണം എന്ന് കരുതി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് കയ്യിൽ കിടക്കുന്ന കുഞ്ഞിനെ ഒരു 2 കഥ പറയാൻ പോലും, അല്ലെങ്കിൽ ഒരു 2 വരി പാട്ട്, താരാട്ട് പാടാൻ പോലും നമുക്ക് സമയമില്ല എങ്കിൽ നമ്മളൊരു നല്ല ഉമ്മയാണോ എന്ന് നമ്മൾ സ്വയം ചോദിക്കണം. നമ്മൾ നല്ല ഉമ്മയല്ല. കാരണം കുട്ടികൾക്ക് സമയം കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? സമയം എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഞാൻ കുട്ടിക്ക് ചോറ് കൊടുക്കുന്നുണ്ട്, കുട്ടിക്ക് നല്ല ഡ്രസ്സ് വാങ്ങി കൊടുക്കുന്നുണ്ട്, അവൻ്റെ ഹോംവർക്ക് നോക്കലുണ്ട്, അവൻ്റെ സ്കൂളിൽ പോക്കുണ്ട്, എല്ലാം പറയുമെങ്കിലും പിന്നെ എങ്ങനെയാണ് കുട്ടിക്ക് സമയം കൊടുക്കുന്നത്? നമ്മൾ ഇതിനെല്ലാം അപ്പുറത്തേക്ക് ഇന്ന് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യം, ഒരു കണക്ഷൻ ഉണ്ടാക്കണം കുട്ടികളുമായിട്ട്. അത് ഡയറക്റ്റ് ഉമ്മയും മക്കളും തമ്മിലുള്ള ഒരു കണക്ഷനാണ്. ആ കണക്ഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങളുടെ കുട്ടിക്ക് ഒരു പ്രശ്നം വന്നാലോ, സന്തോഷം വന്നാലോ, സങ്കടം വന്നാലോ, എന്ത് വന്നാലും ആദ്യം വന്നത് നിങ്ങളോട് പറയാൻ നിങ്ങളുടെ കുട്ടിയെ പ്രാപ്തമാക്കുക എന്നുള്ളത് നിങ്ങളുടെ ആദ്യത്തെ ഉത്തരവാദിത്തമാണ്.
ഇത് നമ്മളുടെ അടുത്ത് കുട്ടി പ്രശ്നവും കൊണ്ട് വരുമ്പോൾ തന്നെ നമ്മൾ പായിക്കലാണ്. എങ്ങനെ പായിക്കൽ? ഓടിക്കലാണ് നമ്മൾ. ഇപ്പോൾ അല്ലേ ഞാനിവിടെ വന്നിരുന്നിട്ടുള്ളൂ, ഇപ്പം തന്നെ നിനക്കിത് ചോദിക്കണമെന്നുള്ള രീതിയിൽ നമ്മുടെ മട്ടും ഭാവവും കാണുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളിൽ 1 or 2 തവണ കഴിഞ്ഞാൽ ആ കുട്ടി സ്വാഭാവികമായിട്ടും വിചാരിക്കും ഇതിൻ്റെ അടുത്തൊന്നും പോയിട്ട് കാര്യമില്ല. എന്താ കാര്യം? ആടെ പോയാൽ എപ്പോഴും ആട്ടും തുപ്പും മാത്രമേ കിട്ടാറുള്ളൂ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നാളെ നമുക്ക് വയ്യാണ്ടാവുമ്പോൾ നമ്മളെ നോക്കേണ്ട മക്കളാണ്. അപ്പോൾ ആ മക്കൾക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കണം. ചില ഉമ്മമാർ പറയും കോളേജിൽ പോയാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ചേരണ്ടെന്ന്. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ എങ്ങാനും എല്ലാ ഉമ്മമാരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവില്ല, മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഉണ്ടാവില്ല, ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഒരാൾ പോലും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങൾ ചെയ്യാനും ആൾക്കാർ വേണം. പഠിപ്പിക്കാൻ സ്കൂളിൽ ടീച്ചേഴ്സ് വേണം, വീടെടുക്കാനുള്ള എൻജിനീയർമാർ വേണം, കൽപ്പണിക്കാരൻ വേണം, തെങ്ങ് കയറ്റ എല്ലാ വിഭാഗത്തിലെ ആൾക്കാരും ഈ നാട്ടിൽ വേണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഒരു നല്ല രീതിയിൽ ഒരു സമൂഹത്തെ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ കണ്ണികളാണ്. പടച്ച റബ്ബ് ഏറ്റവും കൂടുതൽ കഴിവുകൾ ഒരുമിച്ച് തന്നിട്ടുള്ള ഒരു വലിയ വിഭാഗം ജനങ്ങൾ എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ സ്ത്രീ ജനങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട വനിതാ ലീഗിൻ്റെ പ്രവർത്തകർ. അപ്പം നിങ്ങളുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഇനി ആര് ചോദിച്ചാലും ആർജവത്തോടെ അഭിമാനത്തോടെ പറയണം ഞാൻ മുസ്ലിം ലീഗുകാരിയാണെന്ന്. ഒരിക്കൽ പോലും പറയാൻ പാടില്ല എന്ത് എൻ്റെ ഉപ്പ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എൻ്റെ ആങ്ങളമാർ ലീഗായതുകൊണ്ട് ഞാൻ ലീഗായി എന്ന് പറയരുത്.